നമുക്ക് ഈ വാർത്തയോടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് കാണാം. രാജ്യവിരുദ്ധ ശക്തികളുടെ കത്തിമുനയിൽ ജീവൻ പിടയുമ്പോഴും ഭാരതമാതാവിനെ ഹൃദയത്തിലേറ്റിയ സ്വയം സേവകനായിരുന്നു വിശാൽ. ഭാരതത്തോടുള്ള സ്നേഹം കൊണ്ട് വൈദേശിക ജീവിതം ഉപേക്ഷിച്ച വിശാൽ സംഘപ്രവർത്തനത്തിൽ സജീവമായിരുന്നു. ABVP ചെങ്ങന്നൂർ നഗർ അധ്യക്ഷനായിരിക്കെയാണ് വിശാൽ വി കുമാറിന് ക്യാമ്പസ് ഫ്രണ്ട് ഭീകരർ കൊലപ്പെടുത്തിയത്. ദീപമിങ്ങേറും ഇരുട്ടകറ്റാൻ നെഞ്ചുറപ്പോടെ ഈ ദേശഹോമാഗ്നിയിൽ 2012 ജൂലൈ 17 ഭീകരവാദ ശക്തികളുടെ കത്തിമുനയിൽ പൊലിഞ്ഞ ജീവൻ. ഈ നാടിന്റെ സാംസ്കാരികതയെ നെഞ്ചിലേറ്റി കലാലയത്തിൽ ഭാരതമാതാവിന്റെ ചിത്രം വെച്ചതിന് കുത്തേറ്റ് വീണവൻ. രാജ്യദ്രോഹികളുടെ ആയുധം ഹൃദയത്തെ കീറിമുറിക്കുമ്പോഴും പിറന്ന നാടിനെ നെഞ്ചോട് ചേർത്ത് നിർത്തിയവൻ. മതതീവ്രവാദികളുടെ ചക്രവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യു. വിദേശത്തെ ജീവിതവും പഠനവും അവൻ ഉപേക്ഷിച്ചത് ഈ നാടിനോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു. ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകുന്ന മനസ്സുമായാണ് അവൻ നാട്ടിലേക്ക് വന്നത്. ദേശീയ പ്രസ്ഥാനത്തിൽ ചേർന്ന് പ്രവർത്തിച്ചു. തന്റെ നാടിന്റെ സംസ്കാരം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നു. എന്നാൽ ഈ നാടിന്റെ സംസ്കൃതിക്കെതിരെ എന്നും നിലകൊണ്ടിരുന്ന തീവ്രവാദി ശക്തികൾക്ക് അത് സഹിക്കാനേ കഴിഞ്ഞില്ല. ഇന്ത്യൻ ഭരണഘടനയെപ്പോലും അട്ടിമറിച്ച് മതനിയമം നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രവിരുദ്ധ ശക്തികൾ അവനെതിരെ കൊടുവാളിന് മൂർച്ച കൂട്ടുകയായിരുന്നു. കത്തിയാളും വീപ്പൽ ജ്വാലകളൊക്കെയും കൈത്തിരി നാളമായി തീർന്നിടുന്നു. കൂർത്ത മുൾപ്പാതയിന്നാകവേ തൂമലർ മെത്തയായി നിൻ വരം മാറ്റിടുന്നു. നവാഗതരെ നാടിന്റെ സംസ്കാരമനുസരിച്ച് സ്വീകരിക്കാൻ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെത്തിയ വിശാലിനെ കാത്തുനിന്നു ആ ഭീകരവാദികൾ. പിറന്ന നാട് സ്വർഗത്തേക്കാൾ മഹത്തരമെന്ന് വിശ്വസിച്ച കുറ്റത്തിന് ആ നരാധമർ അവന്റെ ഹൃദയത്തിലേക്ക് കത്തിയാഴ്ത്തി. ഒരു പകലും രാത്രിയും നീണ്ട വേദന തിന്ന് ജൂലൈ 17 പുലർച്ചെ അവൻ മരണത്തിന് കീഴടങ്ങി. ഉദാസീനമായി പോലീസ്, മതതീവ്രവാദികൾക്ക് പിന്തുണയുമായി രാഷ്ട്രീയ കക്ഷികൾ. കുറ്റപത്രം സമർപ്പിക്കാനെടുത്തത് 5 വർഷം. കൊലപാതകം നേരിൽ കണ്ട SFI KSU നേതാക്കൾ കേസിൽ മൊഴിമാറ്റി ക്യാമ്പസ് ഫ്രണ്ട് ഭീകരരെ സഹായിച്ചു. വിശാലിനെ കൊലപ്പെടുത്തിയ പോപ്പുലർ ഫ്രണ്ടിന്റെ അണികൾ ഇസ്ലാമിക് സ്റ്റേറ്റ്സിന് വേണ്ടി യുദ്ധം ചെയ്യാൻ സിറിയയിൽ പോയി ഈ നാടിന്റെ അഖണ്ഡതയ്ക്കെതിരെ കരുക്കൾ നീക്കുന്നു. മതരാഷ്ട്രം കെട്ടിപ്പൊക്കാൻ പ്രവർത്തിക്കുന്നു. ജീവൻ പിടയുമ്പോഴും ഭാരതമാതാവിനെ ഹൃദയത്തിലേറ്റിയ ധീരബലിദാനിക്ക് വേണ്ടി നമുക്കൊരുമിക്കാം. നാടിനെ ഒറ്റുന്ന മതഭീകരതയ്ക്കെതിരെ, രാജ്യദ്രോഹികൾക്കെതിരെ ഇനിയൊരു അഭിമന്യു ഈ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ. സംഘമാവണമെന്റെ ജീവിതം എന്തു ധന്യമിതിൽ പരം. സംഘമൊരേ ജപം ഹൃദയത്തുടിപ്പുകളാവണം. ന്യൂസ് ഡെസ്ക് ജനം. അഭിമാനമാണ് വിശാൽ. ആ 19 വയസ്സുകാരന്റെ മരണം മറ്റു മാധ്യമങ്ങളൊന്നും അധികം കൊട്ടിഘോഷിക്കില്ല. കാരണം ഇന്ന് ആ കേസിൽ നിർണായക വിധി വരികയാണ്. KSU SFI നേതാക്കളടക്കം മൊഴി മാറ്റിയ ആ കേസിന്റെ വിധി, അതിന്റെ തത്സമയ സംരക്ഷണം ജനം TV സംപ്രേഷണം ചെയ്യും. ഒരു ചെറിയ ഇടവേള.